പ്രതിഫലമായിക്കൊണ്ട് ശത്രുക്കൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മക്കത്താണ് എങ്കിൽ മദീനയിലേക്ക് പോകേണ്ടത് മുൻകാലത്തേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മദീന ദിശയിൽ സഞ്ചരിക്കാതെ അതിൻ്റെ നേരെ എതിർ ദിശയിൽ 5 കിലോമീറ്റർ പിറകിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് അവിടെയുള്ള ഒരു മലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം താമസിച്ചു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, മദീന റൂട്ടിൽ സ്വാഭാവികമായിട്ടും തിരച്ചിൽ ശക്തമായിരിക്കും. ആ വഴി ആദ്യം സഞ്ചരിക്കുകയാണ് എങ്കിൽ പിടിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ദിശ മാറി സഞ്ചരിക്കുകയാണ്. ഇവിടെ എത്തി. ഇവിടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളുടെ നാടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിശ മാറി സഞ്ചരിച്ചിട്ട് കൂടി ശത്രുക്കൾ ഈ മലയുടെ മുകളിലും എത്തി എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഉണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിലും 1.5 മണിക്കൂർ എടുക്കും ആ മലയുടെ മുകളിലെത്താൻ. ആ മലയുടെ മുകളിലും, അതും എതിർദിശയിലുള്ള, മദീനയുടെ എതിർദിശയിലുള്ള ഈ മലയുടെ മുകളിലും ശത്രുക്കൾ എത്തി എന്ന് പറഞ്ഞാൽ മക്കയിലൊക്കെ ഏത് മല ഉണ്ടോ, മദീനയുടെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഏത് മലകളുണ്ട്, ആ മലകളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് അവർ കയറിയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവിടെ 3 ദിവസം താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേർ എനിക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഉപകാരങ്ങൾ ചെയ്താലും അതിനൊക്കെ തിരിച്ച് പ്രത്യുപകാരം ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ല അബൂബക്കറിനൊഴിച്ച്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ സേവനങ്ങൾ, ചെയ്തു തന്ന സേവനങ്ങൾ, അതിന് പകരമായിക്കൊണ്ട് തിരിച്ച് അതുപോലുള്ള ഉപകാരങ്ങൾ, സേവനങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പകരമായിക്കൊണ്ട് അദ്ദേഹത്തിന് പരലോകത്ത് വാരിക്കോരിക്കൊണ്ട് പ്രതിഫലം നൽകുമെന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു സഹായം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയുള്ള സഹായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ദിവസത്തെ ഇവിടുത്തെ ജീവിതത്തിലും തെളിഞ്ഞു നിന്നിരുന്നു. മല കയറുമ്പോൾ, മദീനയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം മുന്നിൽ നടക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നിൽ നടക്കും, പിന്നെ വലതുഭാഗത്ത് നടക്കും, പിന്നെ ഇടതുഭാഗത്ത് നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉപദ്രവം വരുമോ എന്ന ഭയം അദ്ദേഹത്തിന് എപ്പോഴും അലട്ടിയിരുന്നു. സംരക്ഷകനായി എപ്പോഴും അദ്ദേഹം നിലകൊണ്ടു. രണ്ടാമത്തെ മകൾ അസ്മാ ബിൻത് അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളാണ്. മഹദി ഇവിടെ താമസിക്കുകയാണ്. 3 ദിവസം താമസിച്ചു. ഭക്ഷണം വേണം. ആരാണ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക? മഹദിയാണ് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. എന്നിട്ട് സഹോദരൻ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കും. അദ്ദേഹം വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. രാവിലെ ആയ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങും, മക്കക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങും. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുവാൻ ഇവർ പുതുതായി തന്ത്രം മെനയുന്നത് എന്ന് ചുഴിഞ്ഞന്വേഷിക്കും. രാത്രിയായാൽ ഭക്ഷണവും മറ്റുമൊക്കെയായി ഈ മല കയറിക്കൊണ്ട് ആ വാർത്ത അദ്ദേഹം ചോർത്തി നൽകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആട്ടിടയൻ ആമിർ ഇബ്നു ഫുഹൈറ. നമ്മുടെ നാട്ടിലുള്ള മണ്ണുമായില്ല, നമ്മുടെ റോഡുകളും കാര്യങ്ങളൊക്കെ ആയി. 2 ആൾ നടന്നു പോയാൽ അവരുടെ കാൽപ്പാടുകൾ അവശേഷിക്കും. മരുഭൂമിയാണ്. ശത്രുക്കൾക്ക് പിടിക്കാൻ നല്ല സുഖമാണ്. 2 ആൾക്കാർ നടന്നു പോയതായി കാണുന്നുണ്ട്. ജബൽ തൗറിന്റെ അടിയിലെത്തിയാൽ ആ കാൽപ്പാടുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൾ പോയിട്ടുള്ള റോഡിലാണ്. അപ്പോൾ അത് വായിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആട്ടിടയൻ ആമിർ ഇബ്നു ഫുഹൈറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന വഴിയിലൂടെ ആടുകളെ തെളിച്ചു കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും ഇവിടെ കാൽപ്പാടുകൾ മാഞ്ഞു പോയി. എന്നിട്ട് ഇവിടെ എത്തിയാൽ ആടിനെ പാല് കറന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മല കയറിക്കൊണ്ട് പാല് കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 3 ദിവസമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ ഓലൊക്കെ തെരച്ചിൽ അവസാനിപ്പിച്ച മട്ടാണ്, തെരഞ്ഞിട്ട് കിട്ടണില്ല. 3 ദിവസം കഴിഞ്ഞു. ഏകദേശം എല്ലാവരും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മദീനയിലേക്ക് പോകുവാനുള്ള സമയമായി എന്നറിഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മല ഇറങ്ങിക്കൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്യും. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ മുകളിൽ താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശത്രുക്കൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കാൽപെരുമാറ്റം മണത്തറിഞ്ഞു. ശത്രുക്കൾ വന്നു. ഈ ഗുഹയുടെ പ്രത്യേകത, മുകളിൽ നിന്ന് നോക്കിയാൽ ആ ഗുഹയിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. മൂന്നാമത്തെ സഹായിയായി അള്ളാഹു കൂടെയുള്ള രണ്ടാളെ കുറിച്ച് അബൂബക്കർ താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സാന്ത്വനിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഗുണപാടാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരും. മക്കളുടെ വിഷയത്തിൽ, ഉമ്മമാരുടെ വിഷയത്തിൽ, സഹോദരങ്ങളുടെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ, എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഒരു മുസ്ലിം പറയണം, എന്ത് തന്നെ പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങളിലൊക്കെ സഹായിയായി എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് ഇബ്നു സൗർ നൽകുന്ന പാടാണ്. 3 ദിവസമായപ്പോൾ ഇവരിവിടുന്ന് ഇറങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകേണ്ട വഴി അറിയാം. പക്ഷേ ആ വഴി മക്കയിലെ മുശ്രിക്കുകൾക്ക് കൂടി സുപരിചിതമായ വഴിയാണ്. ആ വഴിയിലൂടെ 3 ദിവസം കഴിഞ്ഞ് പോയാലും പിടിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അതുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്തിനെ വഴികാട്ടിയായി സ്വീകരിച്ചു. അദ്ദേഹം മുശ്രിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എല്ലാ ഊടുവഴികളും നന്നായി അറിയുന്ന വ്യക്തിയായിരുന്നു. 3 ദിവസമായപ്പോൾ ആർക്കും പരിചിതമല്ലാത്ത കല്ലുകളും മുള്ളുകളും നിറഞ്ഞ, മലകൾ തിങ്ങി നിറഞ്ഞ വഴിയിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹിജ്റയെ പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണ് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ മല കണ്ടിട്ട് നമ്മൾ ഒരുപാട് മലയുണ്ട്. ഏതെങ്കിലും ഒരു മല കാണിച്ചു തന്നിട്ട് ഇതാണ് മല എന്ന് പറഞ്ഞ് കിട്ടാൽ മതി. അല്ല, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചു തന്നത് ഈ മലയുടെ വലുപ്പങ്ങൾ കാണണം. എത്രമാത്രം ത്യാഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചു എന്ന് നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, മുസ്ലിമായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് ഞാനും നിങ്ങളൊന്നും മക്കയിലേക്ക് കാലുകുത്തില്ലായിരുന്നു, എന്നുള്ള തൗഫീഖ് ലഭിക്കില്ലായിരുന്നു. നമുക്ക് വേണ്ടി കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട് ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, മക്കളെ ഇവിടെ ആക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുവാൻ തയ്യാറായത്. അതുകൊണ്ട് എത്രമാത്രം ത്യാഗങ്ങളുണ്ടാകും. നമുക്ക് വെയിൽ സഹിക്കാൻ വയ്യ, നമുക്ക് പ്രവാസികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് ഒരു മലയുടെ മുകളിൽ ചൂടും സഹിച്ച് എല്ലാ വിഷമങ്ങളും സഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അഷ്റഫുൽ ഖൽഖാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ അള്ളാഹുവിൽ സ്ഥാനമുള്ള സൃഷ്ടിയാണ്. മീകായിലിനേക്കാൾ അള്ളാഹുവിൽ സ്ഥാനമുള്ള സൃഷ്ടിയാണ്. എന്നിട്ട് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എങ്കിൽ തിരിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത. എല്ലാ പ്രവാചകന്മാർക്കും ജീവിതത്തിൽ ഒരു തവണ ഉപയോഗിക്കാൻ കിട്ടിയ അവസരം അവർക്ക് വേണ്ടി സ്വന്തം ആവശ്യത്തിന് ദുനിയാവിൽ വെച്ച് അവർ ഉപയോഗപ്പെടുത്തി. നമ്മുടെ പ്രവാചകൻ പറയാണ്, എനിക്ക് സ്വന്തമായി എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അള്ളാഹു തന്ന അവസരം ഞാനത് എടുത്തു വെച്ച് പാത്തിച്ചു എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? ഷഫാഅത്തൻ ലി ഉമ്മത്തി. നാളെ എൻ്റെ സമുദായത്തിന് അത് മുഖേന ശുപാർശ ലഭിക്കണം. അത്രമേൽ നമ്മൾ സ്നേഹിച്ച നമ്മുടെ നേതാവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ കല്ലുകൾക്കോ മണ്ണുകൾക്കോ പ്രത്യേകമായ ബറക്കത്തില്ല. എന്തെങ്കിലും ബറക്കത്ത് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു. മുസ്ദലിഫയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഹിജ്ജ 10 രാവിലെ നിങ്ങൾ ജംറയിലേക്ക് പോകുമ്പോൾ മുസ്ദലിഫയിൽ നിങ്ങൾ കല്ല് പെറുക്കി പോകണട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് കൽപ്പിച്ചു. ഒരു കല്ല് പെറുക്കൽ പോലും ദീനിന്റെ ഭാഗമാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാതെ പോയിട്ടില്ല. കല്ല് പെറുക്കാൻ പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കല്ല് പെറുക്കലും മണ്ണ് മാന്തലും ഉണ്ട് എങ്കിൽ, ഇവിടുത്തെ മണ്ണുകൾക്ക് ബറക്കത്തുണ്ട് എങ്കിൽ അതുകൂടി പഠിപ്പിച്ചേ അല്ലേ? അതല്ല അതിൻ്റെ ശരി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ മല കയറാമെങ്കിൽ കയറാം. പ്രത്യേകമായ പുണ്യം മല കയറുക എന്ന പ്രവർത്തനം